ഇൻ ഫസ്റ്റ് ഡേ ഞാൻ കോളേജിൽ ഓൾറെഡി ലേറ്റ് ആയല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം ഉണ്ടാക്കുമോ? ഉമ്മാരെ കയ്യിൽ നിന്ന് ഇന്നും എനിക്ക് കിട്ടും. ഉമ്മാ എവിടെയാ? ഞാൻ ലേറ്റ് ആയിപ്പോയി ഉമ്മ. ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ഇന്ന് ചപ്പാത്തിയാണ്. നീ ഇന്ന് ലേറ്റ് ആയല്ലോ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്നാ പിന്നെ കോളേജിൽ പോവട്ടെ? ഹാ, പോയിട്ട് വായിച്ചു. ഹായ്, ഞാൻ നേഹ. ഹായ്, ഞാൻ ഐഷ. നീ ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്? ദാ ഞാൻ ബികോമാ. നീയോ? ഞാനും സെയിം ആടാ. എന്നാൾ വാ, ക്ലാസ് എവിടെ നോക്കാം? ദാ ഇവിടെ ക്ലാസ്. ആ യെസ്, ഇത് തന്നെ. വാ വാ, ഇവിടെ ഇരിക്കാം. ഐഷ, നീ എവിടെ നിന്ന് വരുന്നേ? ദാ ഞാനിവിടെ അടുത്താ. നീയോ? ഞാനും ഇവിടെ അടുത്താ. ദാ നിന്റെ നമ്പർ പറയേ. ഹാ ഓക്കെ, നീ നോട്ട് ചെയ്തോ. ഞാൻ വാട്സപ്പിലായി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ദാ സേവ് ചെയ്യാം. ഇൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ടാവുമോ? അറിയില്ലതാ. ഹായ്, ഐ എം സ്നേഹ. ഹായ് ഓൾ. ഞാനിവിടെ അടുത്തുന്ന പബ്ലിക് സ്കൂളാ +2 പഠിച്ചത്. അടിപൊളിയല്ലേ ക്യാമ്പസ്? 3 ഇയേഴ്സ് അടിച്ചു പൊളിക്കാം. നിന്റെ ഓൾ +2 ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? ഇല്ല. നേഹ, ഈവനിങ് ഒന്നിച്ചു പോകാം. ഓക്കെ ഓക്കെ. താങ്ക്സ് ദാ ഡ്രോപ്പ് ചെയ്തതിനു. അത്തിനെന്തതാ? സീ യു ടുമോറോ. ബൈ. ഹാ ഉമ്മ, എന്നെ വെയിറ്റ് ചെയ്യുവാണോ? അതെ ഐഷു, ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഹാ ഉമ്മ, പറയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ. ഇപ്പൊ തന്നെ കുളിക്കാണോ? ഉമ്മ, ഞാൻ ഹെൽപ്പ് ചെയ്യാണോ ഉമ്മ? ഹാ, നിനക്ക് പഠിക്കാനൊന്നുമില്ല കൊച്ചേ? ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ ഉമ്മ? സോ ഇൻ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. അത് ശരി. അങ്ങനെ നല്ല രസമായിരുന്നു. എനിക്കൊരു ന്യൂ ഫ്രണ്ട് കിട്ടി. നേഹ എന്ന അവളുടെ നെയിം. എവിടത്ത് കരിയാ? ഇവിടെ അടുത്താണ് അവളുടെ വീടു. അവളോട് ആദ്യം തന്നെ ക്ലോസ് ആയി. സോ ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തു. വേഗം കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. നാളെയും ലേറ്റ് ആവാൻ പറ്റില്ല കേട്ടോ. ശരി ഉമ്മ, ഞാനെന്നാ ഉറങ്ങാൻ പോട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. ഇനിയും ലേറ്റ് ആവല്ലേ? നേഹയൊന്ന് വിളിച്ചു നോക്കാം. അവളുണ്ടെങ്കിൽ അവളെ പിക്ക് ചെയ്ത് ഒന്നിച്ചു പോവാല്ലോ. ഉമ്മാനോട് പറഞ്ഞിട്ട് വേഗം ഇറങ്ങാൻ നോക്കാം. ഒരു കോഫി കുടിച്ചിട്ട് ഇറങ്ങാം. ഉമ്മ, കോഫി എടുക്കുമ്മ. ഞാൻ വേഗം ഇറങ്ങട്ടെ, ഇന്ന് ലേറ്റ് ആവാൻ പറ്റില്ല. ക്ലാസ് സ്റ്റാർട്ടാവും. നേഹയെ വിളിച്ച് അവളുണ്ടെങ്കിൽ ഒന്നിച്ചു പോവാം. നീ എന്താ പിന്നെ എന്നും ലേറ്റ് ആവുന്നത്? ശീലായിപ്പോയി. എത്ര ലേറ്റ് ആയാലും ലാസ്റ്റ് എക്സാം വരുമ്പോ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവാറുണ്ടല്ലോ. അതുപോരെ. ക്ലാസ്സിൽ മാഡം ചോദിക്കുമ്പോ ഇത് തന്നെ പറഞ്ഞാ മതി. ഹായ് നേഹ, നീ ഇറങ്ങിയോ? ഞാൻ ദാ ഇറങ്ങാൻ പോവാ, അതാ വിളിച്ചേ. നീ ഇറങ്ങിയോ? എങ്കിൽ കോളേജിൽ വെച്ച് കാണാം. ബൈ. ഹായ് നേഹ. ഡി, ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഒരു കോഫി കുടിച്ചു വന്നതാണ്. Good morning class. Let us begin today's lecture on marketing. മാർക്കറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആണോ? എനിക്കും സെയിം ആടാ. നമുക്ക് അടുത്ത ക്ലാസ് ബങ്ക് ചെയ്താലോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചാലോ? വിശന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഉച്ചവരെ മാത്രല്ലേ ക്ലാസ് ഉള്ളൂ. വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി? എന്ത് ചെയ്യാനാടാ, ഞാനും ഉമ്മയും മാത്രല്ലേ. പപ്പ വീഡിയോ കോളിൽ വരും. കുറച്ചു നേരം ഞാനും പപ്പയും ഉമ്മയും ഇരുന്ന് സൊള്ളും. പിന്നെ റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കും. നമ്മളൊക്കെ ഒരേ ബോട്ടിലാണല്ലോ. ഞങ്ങൾക്കൊരു സെൽഫി എടുത്താലോ? ഉമ്മ, ഞാൻ പോയിട്ട് വരാട്ടോ, ടൈമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐഷു, നോക്കി പോയിക്കോട്ടോ. ഇതെന്തൊരു പണിയാ? സ്കൂട്ടി പഞ്ചറായി പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ പോവാ? നെഹയൊന്ന് വിളിച്ചു നോക്കാം. അവൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഞാനും ഉണ്ടെന്ന് പറയാം. ആരാണ് വിളിക്കുന്നത്? ആഹാ, ഐഷ ആണല്ലോ. എല്ലാം ഓക്കെ ആണോ? ദാ, എൻ്റെ സ്കൂട്ടി പഞ്ചറായി. നീ ബസ്സിലാണ് പോകുന്നത്? പിന്നെ ഞാനും ഇന്ന് ബസ്സിൽ വരാം.
ഞാൻ എങ്ങനെയാ പോവാ? എന്നാലും അവൻ എന്തിനാ എന്നെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചത്? എന്നിട്ട് ഒരു താങ്ക് യു പറയാൻ പോലും നിന്നില്ലല്ലോ. മനുഷ്യന്മാരായ ഇത്രയൊക്കെ അഹങ്കാരം വേണോ? ഓഹ്, ഫൈനലി എത്തിപ്പോയി. നേഹയെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഡാ, നീ എവിടെയാ? കോളേജിലെത്തിയോ? എവിടെയാ? ലൈബ്രറിയോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓ സോറി. നീ ഇവിടെയും വന്നോ? എല്ലായിടത്തും വന്ന് മുന്നിൽ ചാടുകയാണല്ലോ നീ. ഷേ, ഇവൻ എന്താ എന്നോട് ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്? എന്നെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചത് ഇവനല്ലേ? ഈ നേഹ ഇനി എവിടെ പോയി എന്തോ? ഹേ ഐഷു, നീ വാ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എവിടെയെങ്കിലും ഇരിക്കാം. ഡാ, എന്തു പറ്റി? എന്താ ഭയങ്കര സാഡാണല്ലോ? ഇന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവാൻ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു കലിപ്പൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഹെൽപ്പ് ചെയ്ത ഉടനെ പെട്ടെന്ന് പോയി. ഒരു താങ്ക് യു കേൾക്കാൻ പോലും നിന്നില്ല. അവനോട് പോവാൻ പറടാ. ആ, അതുമാത്രല്ലേടാ, ആ കലിപ്പനുണ്ടല്ലോ, ഇവിടെ ലൈബ്രറിയിൽ വന്നിട്ട് ദാ എന്നെ തട്ടി. എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. ഇവിടെ നീ വന്നോ എന്നൊക്കെ ചോദിച്ചു. അവൻ എന്നോട് വളരെ മോശമായാണ് പെരുമാറിയത്. അല്ലടാ, ഇനി അവന് നിന്നോട് ക്രഷാണോ? ഒന്ന് പോയടി. അവന് ക്രഷാണോ? എൻ്റെ റബ്ബേ, അവനൊരു ചിരി പോലും ഇല്ല. ഏതായാലും ഇനി അവൻ വന്നാൽ ഞങ്ങൾ ശരിയാക്കാം. നീ ചില്ലായിരിക്കടി. ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോവണ്ടേ? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഷോ, പോകണോ അല്ലേ? എഴുന്നേറ്റ് വാടി. എടേ, ആ കലിപ്പൻ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? എന്താ മോളെ, മിസ്സാവുന്നുണ്ടോ? പുള്ളി എനിക്കൊന്ന് കാണണമല്ലോ. മാം വന്നിട്ടില്ലല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. That is all for today. Goodbye, class. ഓ, അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. വാ, പുറത്തു പോവാം. ഇന്നത്തെ ഒരു ബാഡ് ഡേ ആയിരുന്നു. എങ്കിലും കഴിഞ്ഞല്ലോ. ഡാ, ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. നീയും വരുന്നോ? ഏയ്, നീ പോയിട്ട് വാ, ഞാൻ ഗാർഡനിലുണ്ടാവും. കോളേജ് ഗാർഡൻ സൂപ്പർ ആണല്ലോ. ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇടാം. അല്ല, ഇയാളെൻ്റെ ബോഡി ഗാർഡാണോ? സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. അവനോട് പോയി രണ്ട് പറഞ്ഞാലോ? അവനാരെന്നാ അവൻ്റെ വിചാരം? ഹലോ, താൻ ആരാണ്? എൻ്റെ അടുത്ത് വന്ന് വെറുതെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഒന്ന് പോടി പെണ്ണേ.